എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജീലോങ്ങിലെ അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. അപ്പോൾ എല്ലാ വർഷവും ക്രിസ്മസ് സീസണിൽ ഇവിടെ ലൈറ്റ് ഷോ അല്ലെങ്കിൽ ലൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വർഷം വന്നതാണ്. നമ്മൾ ഈ വർഷവും നമുക്ക് ഇന്നൊരു ദിവസം ഓഫായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ ഒരു ടിക്കറ്റിന് $54 അങ്ങനെ എന്തോ ആ റേറ്റാണ് ആകുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ടിക്കറ്റ് എടുത്ത് ഞങ്ങളകത്തേക്ക് കയറി. ഇതല്ലേ ഇപ്പോൾ നമ്മൾ സമയം ഇപ്പോൾ ശരിക്കും 8 മണി ആയിട്ടാണ്. രാത്രി ഇവിടുത്തെ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി 6 മണി മുതൽ വൈകിട്ട് 6 മണി മുതൽ രാത്രി 10:30 വരെയാണ് ഇവിടെ ഓപ്പൺ ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഏകദേശം ഒരു 8:45-9 മണി ആകുമ്പോഴായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് ഇപ്പോൾ വെളിച്ചമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ വെയിലുള്ളത് കൊണ്ട് നമുക്ക് ലൈറ്റ് അധികം കാണാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷേ സണ്ണൊന്ന് സെറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിരിക്കും ലൈറ്റ് എല്ലാം. കളർഫുൾ ലൈറ്റ്സ് ആണ്. ടോട്ടൽ 3 മില്യൺ ലൈറ്റ്സ് അല്ലെങ്കിൽ 3 മില്യൺ ബൾബ്സ് വെച്ചിട്ടാണ് ഇവിടുത്തെ ലൈറ്റ്സ് ഷോ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് ഗൂഗിളിൽ നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് കേട്ടോ. എന്തായാലും നമുക്ക് അകത്തത്തെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, നമുക്ക് സാന്റ വില്ലേജിലേക്ക് കയറാം കേട്ടോ. അത്യാവശ്യം ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് എന്തായാലും നോക്കാം. നമ്മൾ ഓൾറെഡി ഇതിന് മുന്നത്തെ പണ്ടത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇപ്പോൾ ഒന്ന് കയറി നോക്കാം എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഭക്ഷണം പാക്ക് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ എൻ്റെ ബാക്കിൽ. പിന്നെ അത് കൂടാതെ അവിടെ നമുക്ക് വാങ്ങിച്ച് കഴിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ചെറിയ ഒരു മ്യൂസിക് സംഘം മ്യൂസിക് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇട ദിവസം നോക്കി വരിക കേട്ടോ. അതായത് വെള്ളി, ശനി, ഞായർ എന്ന് പറയുന്ന ദിവസം ആൾക്കാരുടെ എല്ലാം ഓഫ് ദിവസങ്ങളിൽ വീക്കെൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും പിള്ളേരെയും കൊണ്ട് ഇങ്ങോട്ട് നല്ല തിരക്കായിരിക്കും ആൾക്കാർ ഇവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പല റൈഡ്സിലും കയറാൻ വേണ്ടി ലോങ് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പം ഇതുപോലെ ഇട ദിവസമാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ കുറവാകുമ്പോൾ നമുക്ക് കൂടുതൽ വെയിറ്റ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through.
അജിതിൻ ആദ്യമായിട്ടല്ലേ നമ്മളുടെ ഈ അഡ്വഞ്ചർ പാർക്ക് ജീലോങ്ങിലേക്ക് വരുന്നത്? ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നുണ്ട്? എങ്ങനെയുണ്ട് റിവ്യൂ? സൂരജ് പറഞ്ഞു ലൈറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങള് ഈ പാർക്ക് വന്നപ്പോൾ അഡ്വഞ്ചർ പാർക്ക് എന്ന് വെച്ചത് നമ്മൾ വിചാരിച്ചു കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇപ്പം സൺസെറ്റ് വന്ന് സൺലൈറ്റ് പോയിക്കൊണ്ടിരിക്കും തോറും ഇവിടെ ഇപ്പം ബ്യൂട്ടിഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയധികം ലൈറ്റുകളാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ചുറ്റും നോക്കുകയാണെങ്കിൽ തന്നെ കാണാൻ പറ്റും. ഈ റൈഡുകളിൽ കയറുക എന്നുള്ളതിനേക്കാളും കൂടുതൽ ഈ ഒരു ക്രിസ്മസ് ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ എന്തായാലും അവരത് എൻജോയ് ചെയ്യുക തന്നെ ചെയ്യും. അപ്പം ഇവിടെ ഉള്ളവരൊക്കെ തീർച്ചയായും ഇവിടെ വരിക, വിസിറ്റ് ചെയ്യണം. എസ്പെഷ്യലി ക്രിസ്മസ് ടൈമിൽ ഈ ലൈറ്റിംഗ് ഒക്കെ ഉള്ളപ്പം ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. Dangerous times, don't fly too high. Be sure to keep the ground in sight. Fly forever if you keep it tight. അവിടെ ഞങ്ങളുടെ പ്രീമയില്ലാത്ത സങ്കടത്തിൽ നിൽക്കുന്ന ജിതിൻ ചേട്ടൻ കണ്ണീരൊക്കെ തുടച്ചു ചേട്ടാ, കണ്ണീരൊക്കെ തുടക്കം കൂടെ. Love the world but keep the sky on your mind. ഫ്രണ്ട്സ്, നിങ്ങളിത് കാണുന്നുണ്ടല്ലോ അല്ലേ? ആകാശത്ത് ഡ്രോൺ പറന്ന് ലൈറ്റ് വെച്ചിട്ട് ഓരോരോ പിക്ചേഴ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മളുടെ സാന്റാക്ലോസ്, അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ, പിന്നെ എന്താണ് സ്റ്റാർസ്, റെയിൻഡിയർ, അങ്ങനെ അങ്ങനെ ഓരോരോ പിക്ചേഴ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ്. നല്ല കിടിലൻ ആംബിയൻസ് കേട്ടോ. ഇപ്പോൾ ടെമ്പറേച്ചർ 16 ഡിഗ്രി ഉള്ള സമയത്ത് നമ്മളൊരു ഐസ്ക്രീം അല്ല, ഒരു തണുത്ത ഒരു ഐസ്ക്രീം പോലത്തെ ഒരു സെറ്റപ്പ് സാധനം വാങ്ങിട്ടോ. സ്നോ കോൺ, അതെ, ഐസാണ്. പക്ഷേ ഐസ് കഴിക്കാൻ വേണ്ടി നല്ല അടിപൊളി ആംബിയൻസ്. Is it good, Lugacha? Baby, go and sit there. ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ ലൈറ്റിന്റെ വീഡിയോ എടുത്തെടുത്ത് തീരുന്നില്ല കേട്ടോ. അത്രയ്ക്കും കുറേ വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കുറേയൊക്കെ വീഡിയോ എടുക്കുന്നില്ല. ഞാൻ ഇനി എന്താ വീഡിയോ എടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോകാം. കാര്യം വേറെ കൊണ്ടല്ല, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഈ വ്ളോഗിൻ്റെ അകത്ത് ഫുള്ള് ലൈറ്റിൻ്റെ തന്നെ ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 25 അല്ലെങ്കിൽ 30% ലൈറ്റിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അത്രയും അധികം ലൈറ്റ് ഇവിടെ ഉണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ജെയിന്റ് വീലിൽ കയറാൻ വേണ്ടി പോകണേ. സമയം ഇപ്പോൾ ഏകദേശം ഒരു 10 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. 9:50 ആയിട്ടുണ്ട്. നമ്മൾ ജെയിന്റ് വീലിലേക്ക് കയറുകയാണ്. ഇതിൻ്റെ മേളിൽ കയറുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടോപ്പിൽ നിന്ന് നമുക്ക് മൊത്തത്തിലുള്ള ലൈറ്റിങ്ങിൻ്റെ വ്യൂ കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് മേളിൽ നിന്ന് ഒരു വീഡിയോ എടുക്കാവേ.
ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ജീലോങ്ങിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടാ. പക്ഷേ നമ്മളുടെ നമ്മളൊരു 10 കാലമായപ്പോഴത്തേക്കും പാർക്കിൽ നിന്ന് ഇറങ്ങിയേ. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. കാർ പാർക്കിങ്ങിൽ നിന്ന് പുറത്തേക്ക് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 3/4 മണിക്കൂറോളം ക്യൂവിൽ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10:30 കഴിയുമ്പോഴത്തേക്ക്, 10:30ക്കാണ് അവിടെ ക്ലോസ് ചെയ്യുന്നത്. 10:30 കഴിയുമ്പോൾ പതിയെ ഇറങ്ങിയാൽ മതി. ഒന്നെങ്കിൽ അങ്ങനെ ഇറങ്ങണം, അല്ലെങ്കിൽ കുറച്ച് അധികം നേരത്തെ ഒരു 10 മണിയാകുമ്പോൾ തന്നെ ഇറങ്ങാൻ, അല്ലെങ്കിൽ അതിന് മുന്നേ ഇറങ്ങാനുള്ള പരിപാടി നോക്കിയിട്ടുണ്ടെങ്കിലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറോളം നമ്മൾ ഇങ്ങനെ കിടക്കണം ആ ഏരിയയിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.